നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയും ഇന്ത്യൻ വിപണികൾ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഏതാണ്ട് 22,390 ലെവലുകളിലും അതുപോലെ സെൻസെക്സ് 73,828 ലെവലുകളിലുമാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ 5 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റിയും സെൻസെക്സും മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഏതാണ്ട് 4,000-ലധികം പോയിന്റോളം കറക്റ്റ് ചെയ്ത് താഴേക്ക് വന്നു. ഏതാണ്ട് 16% മാർക്കറ്റ് കറക്റ്റ് ചെയ്തത്. അതായത് ഒക്ടോബർ മാസത്തിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് നഷ്ടത്തിലാണ്. ഇതിനു മുമ്പ് പ്രോഫിറ്റ് ഉണ്ടാക്കിയവരുടെ അവസ്ഥയും കിട്ടിയ പ്രോഫിറ്റ് മിക്കതും പല സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കാണുന്നത്. പലരും നഷ്ടത്തിന്റെ ഒരു ഭീതിയിലാണ്. മ്യൂച്വൽ ഫണ്ടില് ഒരുപാട് റിഡംഷൻ സംഭവിക്കുന്നുണ്ട്. ആൾക്കാർ പണം പിൻവലിക്കുന്നുണ്ട്. മിക്കവരും പേടിച്ചിട്ടാണ് പിൻവലിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഡിമാറ്റിന്റെ എണ്ണവും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാർ പാനിക്കാവുന്ന ഒരു അവസ്ഥ വിശേഷമാണ് നിലവിൽ മാർക്കറ്റിലുള്ളത്. സാധാരണഗതിയിൽ എല്ലാ നെഗറ്റീവ് മാർക്കറ്റിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. മാർക്കറ്റ് ഏറ്റവും മോശമായ ഫേസിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതിരിക്കുകയും ഉള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു മണ്ടത്തരമാണ്. നല്ല കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പൊസിഷൻ അതേപടി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ മാർക്കറ്റ് താഴെ പോകുന്ന സമയത്ത് കൂടുതൽ ആഡ് ചെയ്യുകയോ ചെയ്താൽ മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ അത് നല്ല റിട്ടേൺ നൽകിയതായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന് പല കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സെല്ലിങ്, അതുപോലെ ട്രംപിന്റെ താരിഫ് ഏർപ്പെടുത്തുന്നതിനെ ചൊല്ലിയുള്ള ആശങ്ക, അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, റുപ്പിയുടെ ഡിപ്രീസിയേഷൻ, ചൈനയുടെ പല സ്റ്റിമുലസ് പാക്കേജുകളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ചൈനയിലേക്ക് നിക്ഷേപം പോകാനുള്ള ഒരു സാധ്യത. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഗവൺമെന്റ് സ്പെൻഡിങ് കുറച്ചത് തൊട്ടാണ്, അതായത് ഇലക്ഷനും ഒക്കെ ആയിട്ട് സ്പെൻഡിങ് കുറഞ്ഞതും പിന്നീട് അത് റിസൾട്ടിനെ അഫക്റ്റ് ചെയ്തതും ഒക്കെയാണ് നല്ല ഹൈ ലെവലുകളിൽ നിന്ന മാർക്കറ്റിന് ഒരു കറക്ഷന് പ്രധാനപ്പെട്ട കാരണമായത്. പക്ഷേ ഈ വരുന്ന കഴിഞ്ഞ ആഴ്ചകളിൽ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് അമേരിക്കൻ മാർക്കറ്റ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ മാർക്കറ്റ് അത്രയ്ക്ക് കറക്റ്റ് ചെയ്ത് വന്നിട്ടില്ല. അതുപോലെ സെല്ലിംഗ് പ്രഷർ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ വരുന്ന ഡേറ്റകളെല്ലാം പോസിറ്റീവാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഇൻഫ്ലേഷൻ ഡേറ്റ എടുത്താലും RBIയുടെ കാൽക്കുലേഷൻ പ്രകാരം അത് 4% താഴെ 3.61% വന്നു. ഇനിയും റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യത അത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജി എസ് ടി കളക്ഷൻ ഈ മോശം അവസ്ഥയിലും കാര്യമായ കുറവുണ്ടാവാതെ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. അതുപോലെ അഡ്വാൻസ് ടാക്സ് കളക്ഷനൊക്കെ ഒരു ഗ്രോത്ത് കാണിക്കുന്നത് വളരെ നല്ല ഒരു സൂചനയായിട്ട് വേണം നമുക്കതിനെ കണക്കാക്കാൻ. അതുപോലെ ഈ കഴിഞ്ഞ ആഴ്ച വന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ 5% അപ്പായിട്ടാണ് കാണിക്കുന്നത്. ഇത് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇനി വരുന്ന മാസങ്ങളിൽ കട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും എല്ലാം കൂടെ പരിഗണിച്ചാൽ മാർക്കറ്റ് ഒരുപക്ഷെ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ റേറ്റിംഗ് ഏജൻസിയായ മോർഗൻ സ്റ്റാൻലി 1,00,000-ന് മുകളിലാണ് സെൻസെക്സിന് ഈ വർഷം അവസാനം ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 2028 ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാവുമെന്നുകൂടി മോർഗൻ സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വരുന്ന ഡേറ്റ എല്ലാം പോസിറ്റീവാണ്. ട്രംപിന്റെ താരിഫിനെ ചൊല്ലിയുള്ള ഒരു ആശങ്കയാണ് മാർക്കറ്റിനെ പൊതുവെ ഇപ്പം പുറകോട്ട് വലിക്കുന്നതിന് പ്രധാന കാര്യം. ഈ സമയത്ത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം നിക്ഷേപിച്ച് തുടങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മാത്രം ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിനോട് മാത്രം ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. എന്റെ ഒരു ഫസ്റ്റ് ലെവലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ്. മാർക്കറ്റ് ശരിക്കും ഒരു 22,200 അല്ലെങ്കിൽ 22,800 ലെവലുകളിൽ മാർക്കറ്റ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഏതൊരു ലെവലിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടായാലാണ് ആ സൈഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത. ഇന്ത്യൻ മാർക്കറ്റിന് വരുന്ന പോസിറ്റീവ് ന്യൂസുകളെല്ലാം പരിഗണിക്കുമ്പോൾ ഏകദേശം 23,000-ന്റെ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് പേഴ്സണലി ഞാൻ കാണുന്നത്. താഴേക്ക് പോകാൻ ഈ ഓരോ ട്രംപിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാർക്കറ്റ് വല്ലാതെ സ്വിങ് ചെയ്യുന്ന അവസരങ്ങളൊക്കെ നിക്ഷേപ അവസരമാക്കി എടുക്കേണ്ടതാണ്. ഇപ്പോൾ US മാർക്കറ്റ് ആണെങ്കിൽ തന്നെ ഏതാണ്ട് S&P 500 4.25% കറക്റ്റ് ചെയ്തു. ഡൗ ജോൺസ് ഏകദേശം 4% അടുത്ത് കറക്റ്റ് ചെയ്തു. നാസ്ഡാക്ക് 5% കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത്രയും അതിനനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്തില്ല എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കാനാണ്. ഇതിലൊരു ഭീഷണി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഷോർട്ട് പൊസിഷൻസ് ആണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. പ്രോ ട്രേഡേഴ്സ് അവരുടെ ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സെന്റിമെന്റ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ബുള്ളിഷ് ന്യൂട്രൽ ഫേസിലേക്കാണ് വരുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സ് ഇപ്പോഴും മാർക്കറ്റിൽ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടുന്ന് തിരിഞ്ഞേക്കാമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള മാർക്കറ്റുകളെല്ലാം നോക്കുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് ആയാലും കഴിഞ്ഞ ആഴ്ചകളിൽ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ചൈനീസ് മാർക്കറ്റ് അതുപോലെ കോസ്പി ഒക്കെ അത്യാവശ്യം ജസ്റ്റ് പ്ലസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന ആഴ്ചകളിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അത് ഫെഡിന്റെ ഈ ഡിസിഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, അതുപോലെ തന്നെ
ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, യൂറോ സോണിലെ യൂറോപ്യൻ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ഈ 3 മെയിൻ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള ഡിസിഷനുകളാണ് അടുത്ത ആഴ്ച മാർക്കറ്റിനെ വളരെ പ്രധാനമായിട്ടും സ്വാധീനിക്കാൻ ഇടയുള്ളത്. ഇനി പ്രധാനപ്പെട്ട ഡേറ്റ അടുത്ത ആഴ്ച വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇന്ത്യയിലെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ 17-ാം തീയതി ഉണ്ട്. അതുപോലെ ചൈനയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 17-ാം തീയതി തന്നെ വരും. ചൈനയിലെ റീറ്റെയിൽ സെയിൽസും US-ന്റെ റീറ്റെയിൽ സെയിൽസും 17-ാം തീയതി തന്നെയാണ്. US-ന്റെ ബിൽഡിംഗ് പെർമിറ്റ് ഡേറ്റ 18-ാം തീയതിയാണ്. ജപ്പാന്റെ ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റയും ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻഡസ്ട്രിയൽ ഡിസിഷൻ വരുന്നതും 19-ാം തീയതിയാണ്. US-ന്റെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും 19-ാം തീയതി തന്നെയാണ്. US-ന്റെ ഹോം സെയിൽസ്, ജപ്പാന്റെ ഇൻഫ്ലേഷൻ ഡേറ്റ ഒക്കെ 21-ാം തീയതിയാണ് വരുന്നത്. ഇനി മാർക്കറ്റ് നമ്മൾ ചാർട്ട് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 100 ഡേ മൂവിംഗ് ആവറേജിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 50-യുടെ മൂവിംഗ് ആവറേജ് 23,000-ന് മുകളിലത്തെ ലെവലാണ്. ആ ലെവലാണ് തന്നെയാണ് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത്. താഴെ 22,300, 22,100 ലെവലാണ് സപ്പോർട്ടായിട്ട് വരുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഒരു ഇഷ്യൂ. ഇനി കൂടുതൽ ബാങ്കുകൾ അതുപോലെ എന്തെങ്കിലും വാർത്തകളുമായിട്ട് വന്നെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് സംബന്ധിച്ച് അത്തരത്തിലൊരു ഭീഷണിയുള്ളൂ. ഏതാണ്ട് 2.5% ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ മൊത്തം അസറ്റിന്റെ 2.5% ആണ് അവർക്ക് ഈ എഫ് ട്രേഡ് വഴി നഷ്ടപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. ഇത് ശരിക്കും ബാങ്കിന്റെ അസറ്റ് ക്വാളിറ്റി ഒക്കെ ഹെൽത്തി ആണെന്ന് RBIയുടെ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് വേറെ ആശങ്കകളൊന്നുമില്ല. ഒരു എഫ് ട്രേഡിൽ വന്ന ഒരു ലോസ് മാത്രമായിട്ടാണ് ഇൻവെസ്റ്റേഴ്സും എടുത്തതെന്ന് തോന്നുന്നു. കാരണം സാധാരണഗതിയിൽ ബാങ്കിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ന്യൂസ് വന്നാൽ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് കാണാറുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 47,500 ലെവൽ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ്. അതിന്റെ താഴെ പോയാലാണ് കൂടുതലും സെല്ലിങ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന് പറ്റിയ നഷ്ടം ബാങ്കിന് വരുന്ന 1-2 ക്വാർട്ടറുകളിൽ ഒരുപക്ഷെ അതിന്റെ ബുക്സിന് ബാധിച്ചേക്കാമെന്നല്ലാതെ ലോങ് ടേമിൽ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. മാർക്കറ്റിന്റെ ഇൻവെസ്റ്റേഴ്സിന്റെയും ഭാഗത്ത് നിന്ന് അങ്ങനെയാണ് നോക്കി കാണുന്നതെന്നാണ് മാർക്കറ്റിന്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വരുന്ന ആഴ്ച പ്രധാനമായും ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വളരെയധികം ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഏകദേശം ഒരു സപ്പോർട്ട് ലെവലിന് അടുത്താണ് ട്രേഡ് ചെയ്ത് നിൽക്കുന്നത്. നമുക്കൊരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആവറേജ് ചെയ്യുന്നവർക്ക് ഈ ലെവൽ പരിഗണിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിനോട് ചോദിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മറ്റൊരു പോസിറ്റീവ് ഘടകം എന്താണെന്ന് വെച്ചാൽ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നതായിട്ടാണ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. ലാർജ് ക്യാപ്പ് ഇൻഡെക്സ്, ബ്ലൂ ചിപ്പ് ഇൻഡെക്സ് ഒക്കെ 2% അടുത്തൊരു പോസിറ്റീവായിട്ട് മൂവ് ചെയ്തതായിട്ട് കാണുന്നു. അപ്പോൾ അത് മാത്രമല്ല അതിനകത്ത് അത്തരം ബ്ലൂ ചിപ്പ് കമ്പനികളിലേക്ക് പണം വരുന്നതായിട്ട് കാണുന്നു. മ്യൂച്വൽ ഫണ്ട് കൂടുതലായിട്ട് വാങ്ങിയതായി ഡേറ്റകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ ക്വാർട്ടറുകളിലൊക്കെ നല്ല റിസൾട്ട് കാണിച്ച കമ്പനികളിൽ 2-3 ക്വാർട്ടറുകളിലായിട്ട് നല്ല റിസൾട്ട് കാണിച്ച കമ്പനികളെല്ലാം ശ്രദ്ധയിൽ വെക്കുക. അതിനകത്ത് കുറേശ്ശെ പാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് ഇനി വരുന്ന മാസങ്ങളിലെ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കി എടുക്കാൻ കഴിയും. എല്ലാവർക്കും നല്ലൊരു ആഴ്ച ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.